അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ വിഷയം ഫിഖ്ഹിൽ അർ-റളാ ആണ്. റളാ എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം. പല സൈസ് ബന്ധങ്ങളും മനുഷ്യന്മാർ തമ്മിലുണ്ട്. എന്താണ് റളാ? ഒരു ഉമ്മയുടെ ഒരു സ്ത്രീയുടെ മുല കുടിച്ച് അതിനാലുണ്ടാകുന്ന ബന്ധം. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. റളാ എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം ഭാഷയിൽ റളാ എന്ന് പറഞ്ഞാൽ മുല കുടിക്കുക എന്നാണ്. അത്രയേ ഉള്ളൂ. ഒറ്റ വാക്കർത്താണ്. എന്താണ്? മുല കുടിക്കുക. അത് തീർന്നു. മതത്തിൽ ശറഇൽ അതിൻ്റെ അർത്ഥം എന്താണ്? മസ്സുർ റളഇ അല്ലബന മിൻ സദിയിൽ ആദമിയത്തി ഫി വഖ്തി മഖ്സൂസിൻ ദൂനൽ ഹൗലൈൻ. ഒരു കുട്ടി 2 വർഷത്തിന് താഴെയുള്ളൊരു കുട്ടി പ്രത്യേക സമയത്ത് എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് താഴെയുള്ള ആ സമയത്ത് ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്ന് പാല് കുടിക്കുന്നതിനാണ് എന്ന് പറയാം മതത്തിൽ റളാ എന്ന് പറയാം. അപ്പോൾ 2 വർഷത്തിന് താഴെയായിരിക്കണം, മനുഷ്യ സ്ത്രീയിൽ നിന്നായിരിക്കണം, കുടിക്കുന്നത് എന്തായിരിക്കും വേണം? പാലായിരിക്കുകയും വേണമെന്നാണ്. ഇത് ശർഅ് ആയത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖ്വാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി വ ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും വ അഖ്വാത്തുക്കും മിനർ റളാഅ. ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞ വ ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും, നിങ്ങൾക്ക് മുലപ്പാൽ നൽകിയ നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മമാർ, അതുപോലെ തന്നെ നിങ്ങളുടെ മുലകുടി ബന്ധത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന സഹോദരിമാർ എന്നുള്ള ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടു എന്ന് പറയുന്നത്. ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു എളാപ്പ, അഫ്ലഹ് എന്നാണ് പേര്, ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാൻ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹിജാബ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ഈ കാര്യം നബിയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്തജിബി, നീ ഹിജാബൊന്നും ഇടേണ്ടതില്ല. കാരണം ഫഇന്നഹു യഹ്റുമു മിനർ റളാഅതി മാ യഹ്റുമു മിനൻ നസബ്. നസബ എന്നാൽ കുടുംബബന്ധത്തിൽ നിഷിദ്ധമാകുന്ന ഹറാമായി വരുന്ന കാര്യങ്ങളൊക്കെ മുലകുടി ബന്ധത്തിനും അത് ഹറാം തന്നെയാണ്. അതുകൊണ്ട് നിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള എളാപ്പയായതുകൊണ്ട് അവിടെ ഹിജാബ് ഇട്ടൊന്നും പോവേണ്ടതില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോ റസൂലുള്ളാഹി പറഞ്ഞു എന്നുള്ളതാണ്. ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ഇനി ഈ വിഷയത്തിൽ ഇതിൻ്റെ റുക്നുകൾ എത്രണ്ണാണ്? മുലകുടി സ്ഥിരപ്പെടാനുള്ള അതിൻ്റെ റുക്നുകൾ 3 എണ്ണാണ്. ഒന്ന്, മുല കൊടുക്കുന്ന സ്ത്രീ വേണം എന്നുള്ളതാണ്, മുർള് എന്ന് പറയും. രണ്ടാമത്തത് ലബൻ, പാല് വേണം. 3 റളീഅ്, മുല കുടിക്കുന്ന കുട്ടി. ഈ 3 നിബന്ധന, 3 റുക്നുകളാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന് മുല കൊടുക്കുന്ന സ്ത്രീ, മറ്റൊന്ന് പാല്, മൂന്നാമത്തത് മുല കുടിക്കുന്ന കുട്ടി. ഇതാണ് 3 റുക്നുകളുള്ളത്. ഇനി റളാഅത്തിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? റളാഇൻ്റെ ഷർത്തുകൾ, റളാഅത്ത് എന്നല്ല പറയാം, റളാഇൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? അതിന് 4 ഷർത്തുകളാണുള്ളത്. 4 ഷർത്തിലെ ഒന്ന് അയ്യക്കൂന ബില്ലബനി ഖാസ, പാല് കൊണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മയുടെ ഈ സ്ത്രീയിൽ നിന്ന് കുട്ടി കുടിച്ചത് പാലല്ലാത്ത വല്ലതും ആണെങ്കിൽ, ഇപ്പോൾ പാല് കഴിഞ്ഞ് വെറും വെള്ളം ആയേക്കാം കുട്ടി കുടിക്കുന്ന സമയത്ത് മുലയിലുണ്ടാകുന്നത്, അതല്ലെങ്കിൽ രക്തമായേക്കാം. അങ്ങനെ പാലല്ലാത്ത എന്ത് കുടിച്ചാലും സ്ഥിരപ്പെടൂല, മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയില്ല എന്നുള്ളതാണ്. കുടിക്കുന്നത് പാല് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്.
രണ്ടാമത്തത് അയ്യക്കൂനൽ ലബനു ലി ആദമിയ, മനുഷ്യ സ്ത്രീയുടെ പാലായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യ സ്ത്രീ അവരുടെ വീട്ടിലുള്ള ഒരാടിൻ്റെ പാല് കറന്നിട്ട് കുട്ടിക്ക് കുടിപ്പിച്ചാൽ അതിൻ്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ കുട്ടിയാവില്ല. ആ സ്ത്രീയുടെ പാൽ തന്നെ എന്ത് ചെയ്യണം? കുടിക്കണം. മനുഷ്യ സ്ത്രീയുടെ പാല് തന്നെ കുട്ടി കുടിക്കണം എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന അയ്യബ്ലുഗ അദദുർ റളആതി മാ യുഹർരിമു ശർഅൻ, ശർഅ് നിഷിദ്ധമാക്കുന്ന ഹറാമാക്കുന്ന രൂപത്തിലായിരിക്കണം കുടിക്കുന്ന എണ്ണം. എത്ര തവണ കുടിക്കണം എന്നുള്ള കണക്ക് ശർഅ് നിശ്ചയിച്ച അത്രയും കുടിക്കണം എന്നുള്ളതാണ്. അത് ബലമായ അഭിപ്രായം 5 തവണ കുടിക്കണം എന്നുള്ളതാണ്. കുട്ടി ഒരു സ്ത്രീയിൽ നിന്ന് പാല് 5 തവണ കുടിക്കണം എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. അതിൽ ബലമായ അഭിപ്രായം എന്ന് പറയുന്നത് അത് 5 തവണ കുടിക്കുക എന്നുള്ളതാണ്. അത് ഇമാം ഷാഫിഈ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം ഹംബലി മദ്ഹബിലെ സഹിയായ അഭിപ്രായം അത് തന്നെയാണ്. അവർക്കുള്ള തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ഇംറഅത അബി ഹുദൈഫ, അബൂ ഹുദൈഫയുടെ ഭാര്യയോട് റസൂലുള്ളാഹി കൽപ്പിച്ചു. എന്ത്? അങ്ങനെ കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫഅർളഅത് സാലിമൻ 5 റളആത്ത്, സാലിം എന്ന് പറയുന്ന വ്യക്തിക്ക് 5 തവണ അവർ മുല കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അടിസ്ഥാനത്തിൽ 5 തവണ മുല കുടിച്ചെങ്കിലാണ് അത് മുലകുടി ബന്ധമായിട്ട് സ്ഥിരപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ വിഷയത്തിലുള്ള ബലമായ അഭിപ്രായം. അതുകൊണ്ടാണ് മറ്റുള്ള അഭിപ്രായങ്ങളിലേക്കൊന്നും പോവാത്തത്. പിന്നെ ഈ 5 തവണ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കണക്കാക്കല? 5 തവണ, ഒരു തവണ എന്ന് പറയുന്നത് കുട്ടിക്ക് ആവശ്യമുള്ളത് കുടിച്ചിട്ട് ആ കുട്ടി ആ മുലയിൽ നിന്ന് വേർപ്പെടുമ്പോഴാണ് ഒരു തവണയായിട്ട് കണക്കാക്കുക. ചില കുട്ടികൾ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുല വിട്ടിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. അതിൽ ചില വളവന്മാരായ കുട്ടികളുടെ പാല് തൊള്ളങ്ങനെ നിറച്ച് കുടിച്ചിട്ട് പിന്നെ അത് അറക്കാൻ വേണ്ടിയിട്ട് മുല വിടുക. ചെറുപ്പത്തിൽ തന്നെ വളവുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? മുലയിൽ നിന്ന് ഇങ്ങനെ പാലിങ്ങനെ കുടിച്ച് വായിൽ ശേഖരിച്ചിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് അത് ഇറക്കി അങ്ങനത്തെ അത് കൂട്ടുകയില്ല. അതല്ലെങ്കിൽ ശ്വാസം വിടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ട് പിടുത്തം വിടുക. ആ ഉറക്കം ഉണർന്ന അപ്പം തന്നെ പെട്ടെന്ന് മുലമ്പേക്ക് തന്നെ പോവുക. ആ രൂപത്തിലുള്ള ഒന്നും തല്ല എണ്ണത്തിൽ പെടുത്തൂല. നേരെ മറിച്ച് കുട്ടിക്ക് ആവശ്യമുള്ളത് കുട്ടി കുടിച്ച് പൂർത്തിയാക്കിയിട്ട് വായ എടുത്തു കഴിഞ്ഞാൽ അതെന്തായി കൂട്ടി? ഒരെണ്ണമായിട്ട് കൂട്ടി. അങ്ങനെയുള്ള 5 തവണ കുട്ടി പാല് കുടിക്കണം എന്നുള്ളതാണ്. നാലാമത്തത് കുടിക്കുന്നത് 2 കൊല്ലത്തിൻ്റെ ഇടയിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ കുട്ടികൾ മുല കൊടുത്തു കഴിഞ്ഞാൽ തർക്ക വിഷയമാണ്. പക്ഷെ ഫലമായ അഭിപ്രായത്തിൽ 2 വർഷത്തിൻ്റെ ഇടയിൽ പാല് കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ തെളിവ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുത്തിമ്മർ റളഅ. മുല കൊടുക്കുന്ന സ്ത്രീകൾ അവരവർക്കുള്ള മക്കൾക്ക് പരിപൂർണമായി 2 വർഷം മുല കൊടുക്കണം, അവർ പരിപൂർണമായി മുല കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് അല്ലാഹു തആല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വയസ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിലാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം. അതുപോലെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ റിപ്പോർട്ട് ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ റളാഅ ഇല്ലാ മാ കാന ഫിൽ ഹൗലൈൻ. 2 വർഷത്തിൽ കുടിച്ചാലേ റളാ ആവുള്ളൂ. 2 വർഷത്തിൻ്റെ ഇടയിൽ കുട്ടി പാല് കുടിച്ചെങ്കിൽ മാത്രമേ അതെന്തിൽ പെടുത്തുള്ളൂ? റളാഇൻ്റെ കൂട്ടത്തിൽ പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 ഷർത്തുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു കുട്ടി ഇത് മുല കുടിച്ച എൻ്റെ കുട്ടിയാണെന്ന് എങ്ങനെ സ്ഥിരപ്പെടും? ഒരു സ്ത്രീയുടെ മുല കുടിച്ച കുട്ടിയാണ്, ആ ഉമ്മയുടെ കുട്ടിയാണ് എന്ന് എങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത്? അത് ആ സ്ത്രീ പറഞ്ഞാൽ മതി, ഞാൻ ഈ കുട്ടിക്ക് 5 തവണ 2 വയസ്സിൻ്റെ ഇടയിൽ എൻ്റെ മുല ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നിൽ നിന്ന് ആ കുട്ടി പാല് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി? അവിടെ അത് സ്ഥിരപ്പെടും.
അതല്ലെങ്കിൽ 2 ആണുങ്ങൾ സാക്ഷി പറയണം, 2 പുരുഷന്മാരെന്ത് പറയണം, ഈ കുട്ടി അവളിൽ നിന്ന് പാല് കുടിച്ച കുട്ടിയാണ് എന്ന് സാക്ഷി പറയണം. അതല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും, ഒരു പുരുഷനും 2 സ്ത്രീയും. ഇപ്പം എങ്ങനെയാണ് സ്ഥിരപ്പെടുക എന്ന് പറഞ്ഞത്? ഒന്ന് ആ സ്ത്രീ ഇത് ചോദ്യം വന്നോളൊന്നും ചേട്ടാ, ഇച്ചിരി മനപ്പാടാക്കണ്ട. ഒന്ന് ആ സ്ത്രീ പറയുക, എന്നിൽ നിന്ന് കുട്ടി പാല് കുടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ 2 പുരുഷന്മാർ സാക്ഷി നിൽക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും സാക്ഷി നിൽക്കുക എന്നുള്ളതാണ് സ്ഥിരപ്പെടാനുള്ള മാർഗം. പിന്നെ ഈ റളാഅത്ത് കൊണ്ട് എന്താണ് നേട്ടം? എല്ലാ നിലക്കും ഇവർ തമ്മിൽ ബന്ധപ്പെടോ? അപ്പോൾ നമ്മൾ കുടുംബ ബന്ധം പോലെയാണ് മുലകുടി ബന്ധവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അനന്തരം കിട്ടുമോ? ആ കുട്ടിൻ്റെ ആ ഉമ്മ മരിച്ചാൽ ആ ഉമ്മൻ്റെ അനന്തരം കുട്ടിക്ക് കിട്ടുമോ? കിട്ടൂല. എല്ലാ നിലക്കും ഇല്ല. അത് ചില വിഷയങ്ങളിൽ മാത്രമാണ്. ഏതൊക്കെയാണ് വിഷയങ്ങൾ? അത് പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോക്കൽ അനുവദനീയമാണ്. അവിടെ 2 പേർ ഒന്നിച്ച് തനിച്ചാകുന്നത് കൊണ്ട് വിരോധമല്ല. തൊട്ടാൽ ഒന്നും മുറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേലേ മുലകുടി 12 വെച്ചിട്ട് മുതൽ കിട്ടും എന്നുള്ള ബോധി ആർക്കും വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ കല്യാണം കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ തൊട്ടാലൊന്നും മുറിയുകയില്ല, അവർ പരസ്പരം തനിച്ചാകുന്നത് കൊണ്ട് വിരോധമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് നേട്ടം. അത് കുടുംബബന്ധം അതിനേക്കാൾ വലിയതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യഹ്റുമു മിനർ റളാഅത്തി മാ യഹ്റുമു മിനൽ വിലാദത്തി. മുലകുടി ബന്ധം കൊണ്ട് തറവാട് അഥവാ കുടുംബ ബന്ധത്തിൽ എന്തൊക്കെ നിഷിദ്ധമാണോ അതൊക്കെ ഹറാമാകും എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ മുല കൊടുത്ത സ്ത്രീയുടെ ഭർത്താവ് കുട്ടിയുടെ ഉപ്പയായിരിക്കും. മുല കൊടുത്ത സ്ത്രീയുടെ ഭർത്താവ് കുട്ടിയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉപ്പയായിരിക്കും. ആ ഉമ്മയുടെ സഹോദരന്മാർ ഇവരുടെ ആരായിരിക്കും? അവരുള്ള ആ ഉപ്പയുടെ സഹോദരന്മാർ, ഇവൻ്റെ എളാപ്പ, മൂത്താപ്പ, അമ്മായി, ഇങ്ങനെ ആയിട്ട് വരും. ഇതല്ല. അപ്പം അവരൊക്കെ അത് ബാധിക്കുന്നർത്ഥം. ഈ മുല കൊടുത്ത സ്ത്രീയുടെ സഹോദരന്മാർ നമ്മുടെ ഉമ്മയുടെ സഹോദരന്മാരെ പോലെ തന്നെ അമ്മാവന്മാർ, ഇളയമ്മമാർ, മൂത്തമ്മമാർ, ഇങ്ങനെ ആയിട്ടാണ് വരിക. ഈ രൂപത്തിലാണ് ബന്ധങ്ങൾ സ്ഥിരപ്പെടുക. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള, ചുരുക്കി പറയാനുള്ളത്. നമുക്ക് സമയം വളരെ ബാക്കിലാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾ കേട്ടതിനെയും ഞാൻ പറഞ്ഞതിനെയൊക്കെ ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ.